മേക്ക് അമേരിക്ക ഗ്രേറ്റ് അഗെയിൻ എന്ന് കഴിഞ്ഞ പ്രസിഡൻഷ്യൽ തിരഞ്ഞെടുപ്പിന്റെ വിജയം മാത്രം ലക്ഷ്യമിട്ടുകൊണ്ട് ട്രംപ് ആഹ്വാനം ചെയ്യുകയുണ്ടായി. ട്രംപ് വീണ്ടും അധികാരത്തിൽ വരികയാണ്. ട്രംപിന്റെ രണ്ടാം വരവ് US ജനതയ്ക്ക് വലിയ പ്രതീക്ഷയാണ് നൽകുന്നത്. അവരുടെ തകർന്നു കിടക്കുന്ന സമ്പദ് വ്യവസ്ഥ ആദ്യ ട്രംപ് ഭരണകാലത്തിൽ എന്നതുപോലെ മെച്ചപ്പെടുത്തുമെന്നും അമേരിക്ക ലോകത്തെ ചോദ്യം ചെയ്യപ്പെടാത്ത വൻശക്തിയായി തുടരുമെന്നും അമേരിക്കൻ ജനതയ്ക്ക് വലിയ പ്രതീക്ഷയുണ്ട്. ഇന്ത്യക്കും ട്രംപിന്റെ വരവ് നൽകുന്നത് വലിയ പ്രതീക്ഷയാണ്. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായി ട്രംപിന് അടുത്ത ബന്ധമാണുള്ളത്. രണ്ടാം വരവിൽ ഇന്ത്യ-US ബന്ധം കൂടുതൽ ശക്തമാക്കാമെന്നാണ് വിലയിരുത്തൽ. ട്രംപിന്റെ ക്യാബിനറ്റിൽ തലയെടുപ്പോടെ നിരവധി ഇന്ത്യൻ വംശജരുണ്ടെന്ന് ഇന്ത്യക്ക് അഭിമാനവും പ്രതീക്ഷയുമാണ് നൽകുന്നത്. ഇന്ത്യൻ വംശജരായ കാശ് പട്ടേൽ, ജയ് ഭട്ടചാര്യൻ, വിവേക് രാമസ്വാമി, ശ്രീരാം കൃഷ്ണൻ, ഹർമിത് ധില്ലൻ എന്നിവരാണ് ട്രംപിന്റെ ക്യാബിനറ്റിൽ നിർണായക പദവികളിലെത്തുന്നത്. രാജ കൃഷ്ണമൂർത്തി, ശ്രീധനേന്ദർ, റോഖന്ന, പ്രമീള ജയ്പാൽ, അമീബെര സുഹാസ് സുബ്രഹ്മണ്യം എന്നീ ഇന്ത്യൻ വംശജർ ജനപ്രതിനിധി സഭയിൽ ഉൾപ്പെടുന്നുണ്ട്. ട്രംപ് ക്യാബിനറ്റിൽ സെക്രട്ടറിമാർ ആരൊക്കെ ആയിരിക്കുമെന്നതിൽ ഏറെ നാൾ ചർച്ചകൾ നടന്നിരുന്നു. ഒടുവിൽ സമയമെടുത്ത് പല സന്ദർഭങ്ങളിലാണ് ട്രംപ് തന്റെ നോമിനികളെ പ്രഖ്യാപിച്ചത്. ഏറ്റവും വിശ്വസ്തരെ ഒപ്പം നിർത്തിയാണ് ട്രംപിന്റെ ക്യാബിനറ്റ് പ്രധാനമായും രൂപം നൽകിയതും. മാർക്കോ റൂബിയോ സ്റ്റേറ്റ് സെക്രട്ടറിയാണ്. അദ്ദേഹം ട്രംപിന്റെ വലിയ വിശ്വസ്തനും കൂടിയാണ്. ഫ്ലോറിഡയിലെ സെനറ്ററായിരുന്നു. കൂടാതെ ക്യൂബൻ വംശജനാണ്. 2016 റിപ്പബ്ലിക്കൻ പ്രസിഡൻഷ്യൽ പ്രൈമറിയിൽ മത്സരിക്കുകയും ചെയ്തിട്ടുണ്ട്. അടുത്ത വ്യക്തി പാംബോണ്ടിയാണ്. ആന്റോണി ജനറൽ കൂടിയാണ്. 2011-2019 ഫ്ലോറിഡ ആന്റോണി ജനറൽ കൂടിയായിരുന്നു. ആ പദവിയിലെത്തിയ ആദ്യ വനിത എന്ന പ്രത്യേകതയുമുണ്ട്. പീറ്റ് ഹെഗ്സെത്ത് ആണ് പ്രതിരോധ സെക്രട്ടറി. ഫോക്സ് ന്യൂസ് അവതാരകനും ആർമി മുൻ മേജറുമാണ് അദ്ദേഹം. എഴുത്തുകാരൻ കൂടിയായ പീറ്റ് ഇറാഖ്, അഫ്ഗാൻ യുദ്ധങ്ങളിൽ പങ്കെടുത്തിട്ടുണ്ട്. നാറ്റോയുടെ വിമർശകൻ കൂടിയാണ് അദ്ദേഹം. സ്കോട്ട് ബെസ്റ്റ് ട്രഷറി സെക്രട്ടറിയാണ്. ശതകോടീശ്വരൻ കൂടിയാണ് അദ്ദേഹം. കീ സ്ക്വയർ ഗ്രൂപ്പ് എന്ന നിക്ഷേപക സ്ഥാപനത്തിന്റെ സിഇഒയും ധനകാര്യ വിദഗ്ധൻ കൂടിയാണ് അദ്ദേഹം. ട്രംപിന്റെ പ്രസിഡൻഷ്യൽ പ്രചരണത്തിന്റെ സാമ്പത്തിക ഉപദേഷ്ടാവായിരുന്നു. അടുത്ത വ്യക്തി ഡഗ്ലസ് ബെർഗമാണ്. അദ്ദേഹം ആഭ്യന്തര സെക്രട്ടറിയാണ്. നോർത്ത് ഡക്കോട്ട മുൻ ഗവർണറായിരുന്നു. വ്യവസായം അതിസമ്പന്നനുമാണ്. ലിൻഡ മക്മഹൻ വിദ്യാഭ്യാസ സെക്രട്ടറിയാണ്. പ്രമുഖ ബിസിനസ്സുകാരി കൂടിയാണ്. ട്രംപിന്റെ തിരഞ്ഞെടുപ്പ് പ്രചരണത്തിലെ സജീവ സാന്നിധ്യമായിരുന്നു. പ്രൊഫഷണൽ റെസ്ലിംഗ് കമ്പനിയായ WWE സ്ഥാപിച്ചത് ലിൻഡയും ഭർത്താവ് വിൻസ് മക്കാനും ചേർന്നായിരുന്നു. റോബർട്ട് എഫ് കെന്നഡി ജൂനിയർ ആരോഗ്യ സെക്രട്ടറിയാണ്. ഏറെ വിവാദമായ ട്രംപിന്റെ നോമിനേഷനുകളിൽ ഒന്നാണിത്. പരിസ്ഥിതി പ്രവർത്തകനും വാക്സിൻ വിരുദ്ധ ആക്ടിവിസ്റ്റുമാണ് അദ്ദേഹം. കോവിഡ് വാക്സിനുമായി ബന്ധപ്പെട്ട തെറ്റായ വിവരങ്ങൾ പ്രചരിപ്പിച്ചതിന് വിമർശനങ്ങൾ നേരിട്ടിട്ടുമുണ്ട്. മുൻ സെനറ്റർ റോബർട്ട് എഫ് കെന്നഡിയുടെ മകനാണ്. ക്രിസ് റൈറ്റ് ഊർജ്ജ സെക്രട്ടറിയാണ്. എഞ്ചിനീയറും ബിസിനസ്സുകാരനുമായ അദ്ദേഹം ലിബർട്ടി എനർജി കമ്പനി സിഇഒയാണ്. ഷെയിൽ ഗ്യാസ് ഉൽപ്പന്നങ്ങൾ രംഗത്ത് പ്രവർത്തിക്കുന്ന പിനക്കിൾ ടെക്നോളജി എന്ന കമ്പനിയുടെ സ്ഥാപകൻ കൂടിയാണ് അദ്ദേഹം. എണ്ണ, വാതക കമ്പനികളും പങ്കാളിത്തമുണ്ട്. കാലാവസ്ഥാ വ്യതിയാന പ്രസ്ഥാനങ്ങൾക്ക് എതിരാണ് ക്രിസ്. ട്രംപിന്റെ പ്രചരണങ്ങളിൽ ഏറ്റവും സജീവ സാന്നിധ്യമായിരുന്നു ശതകോടീശ്വരനും ടെസ്ല സ്ഥാപകനുമായ ഇലോൺ മസ്ക്. US-നെ രക്ഷിക്കാൻ ട്രംപിന്റെ വിജയം അനിവാര്യമാണെന്ന് അമേരിക്കൻ ജനതയെ ബോധ്യപ്പെടുത്താൻ മസ്കിന് യഥാർത്ഥത്തിൽ കഴിഞ്ഞു. അധികാരത്തിലേറിയാൻ മസ്കിന് സുപ്രധാന പദവി നൽകുമെന്ന് ട്രംപ് തിരഞ്ഞെടുപ്പ് വേദികളിൽ പ്രഖ്യാപിക്കുകയും ചെയ്തിരുന്നു. കാര്യക്ഷമതാ ഡിപ്പാർട്ട്മെന്റിന്റെ തലപ്പത്ത് നിയമിച്ചാണ് ട്രംപ് തന്റെ പ്രഖ്യാപനം പാലിച്ചത്. മസ്കിനെയും പ്രചരണത്തിന് മുന്നിലുണ്ടായിരുന്ന ടെക് സംരംഭകനും ഇന്ത്യൻ വംശജനുമായ വിവേക് രാമസ്വാമിയെയുമാണ് ട്രംപ് പുതുതായി പ്രഖ്യാപിച്ച സർക്കാർ ഏജൻസിയായ ഡോഷിന്റെ ചുമതല ഏൽപ്പിച്ചത്. 2020 പ്രസിഡൻഷ്യൽ തിരഞ്ഞെടുപ്പിൽ ജോ ബൈഡനോട് പരാജയപ്പെട്ടപ്പോൾ ട്രംപ് എന്ന ബ്രാൻഡ് തകർന്നിരുന്നില്ല. യുക്രൈൻ യുദ്ധം, കുടിയേറ്റം ഉൾപ്പെടെ നിരവധി വെല്ലുവിളികളാണ് അദ്ദേഹത്തിന് മുന്നിലുള്ളത്. ട്രംപിന്റെ രണ്ടാം വരവ് മാസം ക്ലാസുമാകുമോ എന്നാണ് ലോകം മുഴുവൻ ഇപ്പോൾ വീക്ഷിക്കുന്നത്.